നമുക്കിന്നൊരു സോയ റൈസ് തയ്യാറാക്കിയാലോ? നല്ല ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ റൈസ് കേട്ടോ. അതിന് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ കരിയാതെ സൂക്ഷിക്കണേ. ഇനി ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ആ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ തയ്യാറാക്കാം. അതൊന്ന് കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൂടുതലൊന്നും ഇല്ല. ഒരു കുറച്ച് ക്യാരറ്റിൻ്റെ പകുതി, കുറച്ച് ബീൻസ്, പിന്നെ 2 പച്ചമുളക്. നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആവശ്യത്തിന് ഇഷ്ടമുള്ള എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാവേ. അവിടെ ഞാൻ വെജിറ്റബിൾസ് അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിനുണ്ട് ക്യാരറ്റിനൊരു ആവശ്യം വന്ന്. അപ്പോൾ ഞാൻ പിന്നെ അതെടുത്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ ഒരു കിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ സാധനം സോയ ചങ്ക്സ്, അത് വെള്ളത്തിലിട്ടത് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് കഴുകി പിഴിഞ്ഞിട്ട് അതും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ആ ബട്ടറിൽ കിടന്ന് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് പുളിവെള്ളം ഇല്ലേ, എൻ്റെ കയ്യിൽ നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് 2 നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനിന്ന് പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിവെള്ളവും നല്ല ടേസ്റ്റാണ് സംഭവം. ഇനി അതെല്ലാം കൂടി നമുക്കൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്കും ഞാനിവിടെ ബസ്മതി റൈസ് എടുത്ത് കൊടുത്തേക്കുന്നത് ഒരു 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ റൈസ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായ നമ്മുടെ ഉള്ളി കുഴിച്ചിട്ടിട്ട് കിട്ടിയതാണേ. അപ്പോൾ ഓക്കെ, ഇഷ്ടപ്പെട്ട ഷെയർ